ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ടോക്കിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ഡിസംബർ 1 നമ്മൾ എയ്ഡ്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. അതായത് എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്, അത് തടയാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അഥവാ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എയ്ഡ്സ് ബാധിതരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യണം, എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് എയ്ഡ്സ്? HIV എന്ന് പറയുന്ന ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വളരെയധികം അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റാൻ പലതരത്തിലുള്ള മെഡിസിൻസും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ഒക്കെ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് പ്രോപ്പറായിട്ട് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം HIV ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലോട്ട് വന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് അറിയണം. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലോട്ട് HIV വരാനുള്ള സാധ്യതയുണ്ട്. അതിലൊരു 90% അല്ലെങ്കിൽ ഒരു 80% സെക്ഷൽ ട്രാൻസ്മിഷനിലൂടെയാണ്, അതായത് നമ്മുടെ പങ്കാളിയിൽ നിന്നും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സെക്ഷൽ ട്രാൻസ്മിഷൻ വഴിയാണ് ഒരു 90% ആൾക്കാർക്കും HIV എന്ന് പറയുന്ന അണുബാധ നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ വരുന്നതാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട്, പ്രീനാറ്റൽ നമ്മൾ പാല് കൊടുക്കുന്നത് വഴി അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ട്രാൻസ്മിഷനിലൂടെ, അതായത് ഇപ്പോൾ അത് വളരെ കുറവാണ്, നമ്മൾ ബ്ലഡ് എടുക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലോട്ട് HIV ബാധിതരായിട്ടുള്ള ഒരു അണുബാധയുള്ളൊരു ബ്ലഡാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ശരീരത്തിലോട്ട് എന്നുണ്ടെങ്കിൽ അതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് HIV വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ കുറവാണ്. പണ്ടൊക്കെ ആയിരുന്നു അങ്ങനത്തെ, പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ വളരെ വളരെ റെയർ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ബ്ലഡ് ട്രാൻസ്മിഷനിലൂടെ നമുക്ക് HIV വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഫ്ലൂയിഡ് ട്രാൻസ്മിഷൻ, അതായത് മിക്ക ഇതും കാണുന്നത് നേഴ്സുമാരിലും അതുപോലെ തന്നെ ഡോക്ടേഴ്സിലും ഒക്കെയാണ്. അതായത് നമ്മൾ അറിയാതെ നീഡിൽ പ്രിക്കിലൂടെയും ഒക്കെ രോഗിയായിട്ടുള്ള, അതായത് HIV ബാധിതരായിട്ടുള്ള ഒരാളിൽ നിന്നും നമുക്ക് ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ നേഴ്സുമാർക്കോ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് HIV എന്ന് പറയുന്ന ഒരു വൈറസ് ഒരാളുടെ ശരീരത്തിലോട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് HIV കുറിച്ച് പല തെറ്റായ ധാരണകളുണ്ട്. അതായത് ചിലർ വിചാരിക്കും വിയർപ്പിലൂടെ, അതായത് ഒരു HIV ബാധിച്ചിട്ടുള്ള ഒരാളുടെ വിയർപ്പിലൂടെ അത് വേറൊരാൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർ ഉപയോഗിച്ച വസ്ത്രങ്ങളിലൂടെ അത് വേറൊരാൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ടോയ്ലറ്റ് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ വരാനുള്ള സാധ്യത, ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലൊന്നും തന്നെ HIV എന്ന് പറയുന്ന ഒരു വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരിക്കലും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നതുള്ളൂ. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ട് അണുബാധ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇപ്പം നമുക്ക് നീഡിൽ പ്രിക്കിലൂടെയൊക്കെ ഒരു ഫ്ലൂയിഡ്, അതായത് ഒരു HIV ബാധിതരായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്നുള്ള ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് നമുക്ക് തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ ഭാഗം നന്നായിട്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകുക. ഒരു 5 to 10 minutes നന്നായിട്ട് വാഷ് ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ PP കിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഒരു വിത്തിൻ 72 hours നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഈ PP കിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ടാബ്ലറ്റ്സ് നമ്മൾ ഡെയിലി ഒരു 28 days നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി കഴിക്കുക. ഈ ഡെയിലി കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 3 months കൂടുമ്പോൾ നമ്മൾ HIV ടെസ്റ്റും ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഒരു 3 months, പിന്നെ അത് കഴിഞ്ഞ ശേഷം 6 months കൂടുമ്പോൾ നമ്മൾ ചെയ്യുക. ഈ HIVയുടെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 years, ഒരു 10 വർഷം അതൊരു ലക്ഷണങ്ങളും കാണിക്കുന്നില്ല എന്നാണ്. നമ്മുടെ ശരീരത്തിൽ ആ വൈറസ്, HIV വൈറസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 10 വർഷം നമ്മുടെ ശരീരത്തിൽ അങ്ങനെ സൈലന്റ് ആയി കിടക്കുന്നത്, ഒരു ലക്ഷണങ്ങളും നമുക്ക് പുറത്തോട്ട് കാണിക്കുന്നില്ല എന്നാണ്. പിന്നീട് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ള നമ്മുടെ ടെസ്റ്റുകൾ, നമുക്ക് അത്തരത്തിലുള്ളൊരു വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് എൻട്രി ആയിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമുക്കൊരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 3 months കൂടുമ്പോൾ 3 months, പിന്നെ 6 months കൂടുമ്പോൾ നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരു HIV വൈറസ് അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ശരീരത്തിൽ ഉണ്ടാകുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയും. അവർക്ക് എല്ലാത്തരം അസുഖങ്ങളും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണങ്ങളോടുള്ളൊരു വിരക്തി, ഒന്നും കഴിക്കാൻ തോന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് സഡനായിട്ട് അവരുടെ വെയിറ്റ് ലോസ്, ഭാരം നന്നായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ചൂട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ ദാഹം ഭയങ്കരമായിട്ട് ഉണ്ടാകും.
പിന്നെ ഒരു കാരണവും ഇല്ലാതെ അവർക്ക് ലൂസ് മോഷൻ അല്ലെങ്കിൽ വയറിളക്കവും അതുപോലെ തന്നെ ഛർദിയും വരാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെ കൂടുതലാണ്. അപ്പം നമുക്കൊരു കാരണവും ഇല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും മടിച്ചു നിൽക്കാതെ നമ്മൾ HIV ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി നമുക്കൊരു HIV ടെസ്റ്റ് നമുക്ക് പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ആന്റി റിട്രോ വൈറൽ തെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പം ഇവിടെ നിയർ ബൈ ആണെങ്കിൽ പാലക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത്തരത്തിലുള്ള ടെസ്റ്റുകളും അതിനുള്ള മരുന്നുകളും എല്ലാം തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും അതിനുള്ള പ്രോപ്പർ ഡോക്ടറുടെ കൺസൾട്ട് എടുക്കുകയും വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ വായിലോട്ട് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വൈറൽ അതായത് ഗം ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ മോണരോഗങ്ങളും ഒക്കെ കൂടുതലായിരിക്കും. അതുപോലെ വായിൽ തന്നെ പലയിടങ്ങളിലായിട്ട് വൈറ്റ് പാച്ചസ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഇനീഷ്യൽ തന്നെ തുടക്കത്തിൽ തന്നെ വായിലായിരിക്കും, ഓറൽ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും കൂടുതൽ. ഓറൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓറലി ആയിരിക്കും കൂടുതലായിട്ട് ഫൈൻഡിങ്സ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കണ്ടുവരും. പിന്നെ നമ്മൾ അവരെ ടെസ്റ്റിന് വിട്ട് കഴിഞ്ഞ് ചില ടെസ്റ്റുകൾ പലപ്പോഴും പോസിറ്റീവായിട്ടും വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പ്രത്യേകിച്ച് നഴ്സുമാരും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹെൽത്ത് വർക്കേഴ്സ് ആണെങ്കിലും നമുക്ക് അത്തരത്തിലുള്ളൊരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.